തിരികെ നമ്മൾ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലേക്കാണ്. തൃശ്ശൂർ ജില്ലയിലെ വിവരങ്ങളും വിശദാംശങ്ങളും പങ്കുവയ്ക്കാൻ PS സാരംഗുണ്ട്. സാരംഗ്, എങ്ങനെയാണ് തൃശ്ശൂർ ജില്ലയിൽ ഇന്ന് നടന്ന വോട്ടിങ്ങിന്റെ വിശദാംശങ്ങൾ, ഏറ്റവും ലാസ്റ്റ് ലഭിക്കുന്ന വോട്ടർ ടേൺ ഔട്ട്? തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് തൃശ്ശൂർ ജില്ലയിൽ പൂർത്തിയായി. ഇതുവരെ രാവിലെ മുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പോളിംഗ് ശതമാനം 72.27% നിലവിൽ അവസാനഘട്ട വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തൃശ്ശൂർ നഗരത്തിൽ വലിയ രീതിയിലുള്ള പോളിംഗ് തന്നെ നടന്നിരുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ നേരിയ കുറവ്, പോളിംഗ് ശതമാനത്തിൽ നേരിയ കുറവുണ്ടെങ്കിൽ പോലും ആളുകളൊക്കെ തന്നെ പോളിംഗ് രേഖപ്പെടുത്താൻ എത്തിയിരുന്നു. കഴിഞ്ഞ തവണത്തെ, അതായത് 2020 കണക്ക് നോക്കുകയാണെങ്കിൽ 75% ഈ പോളിംഗിൻ്റെ നിരക്ക്. എന്നാൽ അതിൽ ഇത്തവണ നേരിയ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും തൃശ്ശൂരിലാകെ കൂടി 7 നഗരസഭകളാണുള്ളത്. ഈ 7 നഗരസഭകളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊടുങ്ങല്ലൂർ നഗരസഭയിലാണ്. 77.02% ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ 16 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് തൃശ്ശൂർ ജില്ലയിലുള്ളത്. ഇവിടെ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 76.94% ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ 61.24%. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് 73.48% എന്നിങ്ങനെയാണ് ജില്ലയിലെ കണക്കുകൾ. എന്തിനും വലിയ പ്രതീക്ഷയോടെയാണ് തൃശ്ശൂർ ജില്ലയെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കോർപ്പറേഷനാണ് ഏറ്റവും കൂടുതൽ ചർച്ചകളിൽ ഉണ്ടായിരുന്നത്. കോർപ്പറേഷൻ ആര് എടുക്കും എന്നുള്ള ഒരു കാര്യമാണ് നിലവിൽ ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കുന്നത്. കഴിഞ്ഞ വർഷം ഒരു ബലാബലമായിരുന്നെങ്കിൽ പോലും, കോൺഗ്രസുമായിട്ട് ഒരു ബലാബലമായിരുന്നെങ്കിൽ പോലും ഭരണം ഇടതുപക്ഷത്തിന് തന്നെയായിരുന്നു. ആ ബലാബലത്തിന് പകരം വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം നേടിക്കൊണ്ട് ഇടതുപക്ഷം ഇത്തവണ അധികാരത്തിലേറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ സർക്കാരിൻ്റെ നേതൃത്വത്തിലും വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഈ നഗരത്തിൽ, തൃശ്ശൂർ നഗരത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. അതൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള ഒരു കാര്യത്തിലാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കാര്യത്തിലാണ് ഈ തൃശ്ശൂരിലെ ഇടതുപക്ഷ മുന്നണി അടിയുറച്ച് വിശ്വസിച്ചിരിക്കുന്നത്. എന്തായാലും 13-ാം തീയതി ഇക്കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയും എന്നുള്ള കാര്യങ്ങളാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ബിനീഷ. ശരി.